ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ഭാരതസേനയ്ക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൊല്ലം നഗരത്തിൽ വിപുലമായ ത്രിവർണ സ്വാഭിമാന യാത്ര നടത്തി. കേണൽ എസ് ഡിന്നി യാത്ര നയിച്ചു. KSRTC ഡിപ്പോയ്ക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച് ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ച യാത്രയിൽ നൂറുകണക്കിന് പേർ ത്രിവർണ പതാകയേന്തി അണിനിരന്നു. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആശ്രമം മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ റാബീസും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കൊല്ലം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ PS ഇന്ദു സെമിനാർ നയിച്ചു. ഏത് മൃഗത്തിന്റെ കടിയേറ്റാലും ഉടനെ പേവിഷബാധയ്ക്കെതിരായ ചികിത്സ തേടണമെന്നും നിരന്തരം മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് മൃഗങ്ങളുടെ കടിയേൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രീ എക്സ്പോഷർ വാക്സിൻ എടുത്തിരിക്കണമെന്നും ഡോക്ടർ PS ഇന്ദു വ്യക്തമാക്കി. എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് ബോധവത്കരണം നടത്തി. മത്സരങ്ങളും മോഡലുകളും ഒരുക്കിയാണ് ബോധവത്കരണം. സ്റ്റാളിൽ ഒരുക്കിയ ഹെൽത്തി പ്ലേറ്റ് മത്സരത്തിൽ സന്ദർശകർ ആവേശത്തോടെ പങ്കെടുത്തു. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തരംതിരിക്കുന്ന മത്സരത്തിൽ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി. നല്ല ഭക്ഷണങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ഭക്ഷണ പിരമിഡും ഒരുക്കിയിരുന്നു. കൃത്രിമ ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയുന്നതിന് ഏലയ്ക്ക, കറുകപ്പട്ട, തേൻ തുടങ്ങിയവയുടെ മായം ചേർത്തതും ചേർക്കാത്തതുമായ വിഭവങ്ങളുടെ പ്രദർശനവും പരിശോധനയും അവതരിപ്പിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണം 2026 ജനുവരിയിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിന് ശേഷമാണ് MP ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനെ NSG2 വിഭാഗത്തിലേക്ക് റെയിൽവേ ബോർഡ് ഉയർത്തിയിട്ടുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സേവനവും സൗകര്യങ്ങളും ഉറപ്പാക്കും. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറാണ് യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി ഒരു പ്ലാറ്റ്ഫോം കൂടി നിർമ്മിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൊല്ലത്ത് ദക്ഷിണ റെയിൽവേയുടെ ഡിവിഷണൽ പെർമനന്റ് വേ ട്രെയിനിംഗ് സെന്റർ, ഡിവിഷണൽ ട്രാഫിക് ട്രെയിനിംഗ് സെന്റർ, ഡിവിഷണൽ മെക്കാനിക്കൽ ട്രെയിനിംഗ് സെന്റർ എന്നിവയുടെ പ്രവർത്തനത്തിനായുള്ള മൾട്ടി ഡിസിപ്ലിനറി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. 4 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ആകെ അടങ്കൽ തുക 6,47,00,000 സംസ്ഥാന വനിതാ കമ്മീഷന്റെ ജില്ലാതല സിറ്റിംഗ് ആശ്രമം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്നു. 90 കേസുകൾ പരിഗണിച്ചതിൽ 21 തീർപ്പാക്കി. 67 കേസുകൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നത് പുതുതലമുറ ലഹരി പോലെയുള്ള വിപത്തുകളിൽ എത്താൻ കാരണമാണെന്നും മാതാപിതാക്കൾ കലഹങ്ങൾ ഒഴിവാക്കി മാതൃകയാകണമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. കാഷ്യൂ കോർപ്പറേഷനിൽ തൊഴിലിലും കൂലിയിലും ഒന്നാമതെത്തിയ ഷെല്ലിംഗ് തൊഴിലാളികളായ അയത്തിൽ ഫാക്ടറിയിലെ ദിവ്യയ്ക്കും നെടുമ്പായിക്കുളം ഫാക്ടറിയിലെ ആനിമോൾക്കും കോർപ്പറേഷൻ പുരസ്കാരം നൽകി ആദരിച്ചു. കോർപ്പറേഷനിൽ മികവ് പ്രകടിപ്പിച്ച തൊഴിലാളികൾക്കും ജീവനക്കാർക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. ഭാഗികമായ യന്ത്രവത്കരണം കൂടി ഷെല്ലിംഗ് രംഗത്ത് നടപ്പാക്കിയതാണ് മികച്ച കൂലിയും ആനുകൂല്യങ്ങളും ലഭിക്കാൻ കഴിഞ്ഞതെന്ന് ചെയർമാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിൽ ഇൻഹൌസ് വോട്ടർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ N ദേവിദാസ് വോട്ടർ രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.